കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇല്ലിക്കൽ കവലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അംബേദ്കർ നഗറിലും പാലിത്തിശ്ശേരി നഗറിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അംബേദ്കർ നഗറിൽ നിന്ന് അഖിൽ തത്സമയം നമുക്ക് പങ്കുചേരുന്നു. അഖിൽ, ഗുഡ് മോർണിംഗ് അഖിൽ. ഇന്നിപ്പോൾ എങ്ങനെയാണ് കോട്ടയത്തെ മൊത്തത്തിലുള്ളൊരവസ്ഥ? ഇപ്പോൾ അഖിൽ നിൽക്കുന്ന സ്ഥലത്തെ അവസ്ഥ എന്താണ്? വെള്ളം കൂടുതൽ കയറി വരികയാണോ? ഇന്നലെ ഈ റാന്നി ഭാഗത്തു നിന്നൊക്കെ വന്ന വെള്ളമാണോ ഇത് കയറി വരുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് ജില്ലയുടെ മൊത്തത്തിൽ അവസ്ഥ നോക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളില്ല. നമ്മളിപ്പോൾ കോട്ടയത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെയിൽ കണ്ടു തുടങ്ങി, സൂര്യനെ കണ്ടു തുടങ്ങി എന്നുള്ള ഇന്നലെ ഒന്നും കാണാൻ കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്നേക്ക് സൂര്യനൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മലയോര മേഖലയിലും മഴയൊന്നും അങ്ങനെ പെയ്തില്ല. മഴ മാറി നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ചെറുതായി പെയ്തു പോകുന്ന ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഇന്നലത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഇന്നലെ ഇപ്പോൾ ഈരാറ്റുപേട്ടയിലും പാലയിലും ഒക്കെ മുക്കിയ വെള്ളം, ആ വെള്ളം പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തിയതാണ് എന്നുള്ളതാണ്. അത് മീനച്ചിലാറിലൂടെ ഒഴുകി വന്ന വെള്ളങ്ങൾ ഇപ്പോൾ വീടിനുള്ളിലേക്കും മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലേക്കും ഒക്കെ ഒഴുകിയെത്തി അതിപ്പോൾ കയറി തുടങ്ങി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഏകദേശം മുട്ടോളം വെള്ളമുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഒറ്റയടിക്ക് കയറി വന്നതാണ് ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത്. അത്രത്തോളം രീതിയിൽ വെള്ളം കയറി വന്നു എന്നാണ്. അപ്പോൾ ഈ സമീപത്തെ വീടുള്ള ആളുകളൊക്കെ മാറാനുള്ള സ്ഥിതികൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീടിന്റെ മുകളിലേക്കൊക്കെ, അതായത് അവരുടെ ഈ ചെടികളും മറ്റുമൊക്കെ ഭംഗിക്ക് എടുത്തു വെച്ചാണ്. പക്ഷേ അതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് വീടിന്റെ സൺസൈഡിലും ഒക്കെ കയറ്റിയിരിക്കുകയാണെന്നുള്ളതാണ്. വീടിന്റെ ഉള്ളിലേക്കൊക്കെ തന്നെ നല്ല രീതിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഒന്നും പക്ഷേ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന് ഇവിടെ ആളുകൾ പറയുന്നു. ഇപ്പോൾ ഈ വീടിനുള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വീട്ടിലൊരു ചേട്ടനും കൊണ്ട്, ചേട്ടാ അതിപ്പോൾ മൊത്തം വെള്ളം കയറിയല്ലോ, എന്ത് ചെയ്യാൻ എങ്ങോട്ടെങ്കിലും പോകണം. ഇപ്പോൾ എല്ലാ വർഷവും കയറുന്നതാണോ? എല്ലാ വർഷവും കയറുന്നതാണ്. പെട്ടെന്ന് കയറി വന്നു അല്ലേ ഈ വെള്ളം? പെട്ടെന്ന് കയറി രാവിലെ എത്ര നമുക്ക് കയറി വന്നത് പ്രതീക്ഷിച്ചില്ല. ആണോ? ഉറങ്ങി നീറ്റപ്പോൾ വെള്ളമായിരുന്നോ താഴെ? പിള്ളേരെയും പാത്രങ്ങളെല്ലാം പൊക്കി വെച്ച് ഫ്രിഡ്ജും എല്ലാം പൊക്കി. ഇപ്പം തന്നെ ഞങ്ങൾ ഇവിടുന്ന് വേറൊരു വീട്ടിലേക്ക് പോവുക, ബന്ധു വീട്ടിൽ. നേരത്തെ കാലുകുത്തിയപ്പോൾ വെള്ളത്തിലായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ നടത്താനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. ബാക്കി സമയം കൊണ്ട് ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. കാരണം പിള്ളേരും എല്ലാം വെള്ളത്തിലായി. ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാണ്. മക്കളെ ഇതിപ്പോ മൊത്തം വെള്ളമാണല്ലോ, എന്ത് ചെയ്യും? അല്ല, കസിന്റെ വീട്ടിൽ പോകും. ഇല്ല, എല്ലാം എടുത്തു വെച്ചു. കുമാർ, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ കുറച്ച് മുമ്പ് വന്ന സമയത്ത് ഇത്രത്തോളം വെള്ളം ഇതിനുള്ളിൽ കയറുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വീടിനുള്ളിലേക്ക്, അതായത് നമ്മുടെ ഒരു കാല് മൂടുന്ന രീതിയിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ സമീപത്തെ നിരവധി വീടുകളുണ്ട് ഈ പ്രദേശത്ത് എന്നുള്ളതാണ്. നിരവധിയായ വീടുകളുണ്ട്. ആ വീടുകളിൽ എല്ലാത്തിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടെന്ന്. അത് ഒറ്റ രാത്രി കൊണ്ട്, അതായത് ഇന്നലെ രാത്രി ഇവർ ഉറങ്ങാൻ കിടക്കുമ്പോഴൊന്നും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിനുള്ളിൽ അകത്തും പുറത്തുമൊക്കെ മുഴുവൻ വെള്ളമായി മാറിയ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ മാറ്റി ഇവിടെ നിന്നും പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്തായാലും ആളുകളുള്ളത്. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പടിഞ്ഞാറൻ മേഖലയിലേക്ക്, ഈ കിഴക്കൻ മേഖലയിൽ പെയ്ത മഴ അവിടെയൊക്കെ തുറന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോഴാണ് ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് അതിൻ്റെ ദൂഷ്യം, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും മഴ മാറി നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ചോളം ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഈ വെള്ളം, ഈ കയറ്റം, അത് എന്തായാലും ഇപ്പോൾ അവിടെ ഒഴുകിയെത്തിയ ആ വെള്ളം എന്തായാലും ഇവിടെ കയറി ഇറങ്ങി തന്നെ പോകുള്ളൂ. അതിൽ എന്തായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് ജനങ്ങളെ സംബന്ധിച്ചോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാനും സാധിക്കും. നല്ല രീതിയിൽ വെള്ളം വീടുകളൊക്കെ കയറിയിട്ടുണ്ട്. ഇല്ലിക്കൽ കവലയിലെ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് അഖില പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. പലയിടങ്ങളിലും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയുമുണ്ട് ഒട്ടേറെ പ്രദേശങ്ങളിൽ വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ താമസിയാതെ ഇനിയിപ്പോൾ ഇറങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യമായ മഴക്കെടുതികളൊന്നും തന്നെ ഇന്നത്തെ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം.